സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ആലിസ് ജോസ്. സ്വയം അറിഞ്ഞവരുടെ പാദങ്ങളിൽ ഞാൻ വന്ദിക്കുന്നു. സ്വയം അറിഞ്ഞൊരാൾ ലോകത്തെ മുഴുവൻ അറിയുന്നു. സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ സ്വയം അറിയുക എന്ന ദർശനവും സ്വയം അറിയേണ്ടതിന്റെ ആവശ്യകതയും വിളിച്ചോതുന്നു. ചിലപ്പോഴെങ്കിലും നാം നമുക്ക് അപരിചിതരായി മാറാറുണ്ട്. കവി കുഞ്ഞുണ്ണി ചോദിക്കുന്നു, ആരുടെ ആശയമാണീ ഞാൻ? ഞാൻ ആരാണ്? ഞാൻ എന്താണ്? എന്നെക്കൊണ്ട് ആർക്കെന്തുപകാരം? എന്നെ കരുതാനും സ്നേഹിക്കാനും ആരുണ്ട്? ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? എന്നിങ്ങനെ പലവിധ ചിന്തകളും ചോദ്യങ്ങളും തീർക്കുന്ന സമസ്യയിൽ കുരുങ്ങി ഉത്തരം തേടി നാം അലയാറുണ്ട്. ഈ അവസ്ഥ മറികടക്കാനുള്ള ഏക മാർഗം അവനവനെ അറിയുക എന്നതാണ്. വിയറ്റ്നാംകാരനായ ടിക് നാട്ട് ഹാൻ മൈൻഡ്ഫുൾനെസ് എന്ന ഒരാശയം ലോകത്തിന് മുൻപിൽ തുറന്നുവെച്ചു. ജീവിതത്തെ അതിന്റെ പൂർണ്ണതയിൽ അറിയുക, ആനന്ദം കൊണ്ട് നിറയ്ക്കുക. ഇതാണ് മൈൻഡ്ഫുൾനെസ് എന്ന തിയറി. ഓരോ ചുവടുവയ്പും ജീവിതത്തിന്റെ ആഴങ്ങളിലേക്കുള്ളതാണെന്ന് തിരിച്ചറിയണമെന്ന് സാരം. മനുഷ്യജീവിതത്തിലെ ഏറ്റവും പ്രധാന യാത്ര അവനവനെ തേടിയുള്ളത് തന്നെ. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ അറിവാണ് അവനവനെ അന്വേഷിച്ചുള്ള, സ്വയം അറിയാനുള്ള, തന്റെ ആത്മം തേടിയുള്ള ഈ യാത്രയിൽ നിന്ന് ലഭിക്കുക. ഒരു ദിവസത്തിലോ ഒരു നിശ്ചിത കാലയളവിലോ ഈ യാത്ര അവസാനിക്കുന്നില്ല. ജീവിതാവസാനം വരെയുള്ള ഒരു മഹായാനമാണത്. ഈ യാത്രയിൽ നമ്മുടെ ജീവിത സമസ്യയ്ക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. ഞാൻ ആരാണ്? ഞാൻ എന്താണ്? എന്നിലെ ശക്തി ദൗർബല്യങ്ങൾ എത്രമാത്രം? എന്തു നേടണം? എങ്ങനെ നേടണം? ജീവിതത്തിൽ ഉയർച്ച കൈവരിക്കേണ്ടതെങ്ങനെ? എന്നതിനൊക്കെ തെളിച്ചമുണ്ടാകണമെങ്കിൽ സ്വയം അറിയുക തന്നെ വേണം. ഈ അറിവിലാണ് ജീവിതം അതിന്റെ പൂർണ്ണത പ്രാപിക്കുക. ആധുനിക കാല ജീവിത വ്യഗ്രതയിൽ മറ്റുള്ളവരെ അനുകരിക്കാനും സമൂഹത്തിന്റെ പ്രതീക്ഷകൾക്കൊത്തു മാറാനും ശ്രമിക്കുമ്പോൾ നാം സ്വത്വത്തിൽ നിന്നും അകലുന്നു. മറ്റാർക്കോ വേണ്ടി മുഖം മൂടി അണിയുന്നു. മുഖം നഷ്ടപ്പെട്ടവരാകുന്നു. വൈകാരിക ബുദ്ധി എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവായ ഡാനിയൽ ഗോൾമാന്റെ അഭിപ്രായത്തിൽ ഒരു മനുഷ്യൻ ആദ്യം സ്വയം മനസ്സിലാക്കുക. അത് ആത്മനിയന്ത്രണത്തിലേക്കും ക്ഷമാശീലത്തിലേക്കും സഹാനുഭൂതിയിലേക്കും സാമൂഹിക ബന്ധങ്ങളിലേക്കും നയിക്കും. മനുഷ്യ സഹജ വികാരങ്ങളെ ശമിപ്പിക്കാൻ കഴിയും. ഉള്ളിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കപ്പെടുകയും തീരുമാനങ്ങൾ ദൃഢനിശ്ചയമുള്ളതാവുകയും ചെയ്യും. നമ്മിലെ ശക്തി സ്രോതസ്സുകൾ കണ്ടെത്തുക എന്നത് പ്രധാനമാണ്. മനുഷ്യർ വിഭിന്നരാണ്. അവരവരിൽ തന്നെ പ്രത്യേകതയുള്ളവരാണ്. ഓരോരുത്തരുടെയും കഴിവുകൾ വ്യത്യസ്തമാണ്. നമ്മുടെ കഴിവുകൾ ശരിയായ രീതിയിൽ ശരിയായ ദിശയിൽ പ്രയോജനപ്പെടുത്തുമ്പോൾ വിജയം കൂടെ വരും. നമ്മുടെ ദൗർബല്യങ്ങളും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അവയിൽ ആണ്ടും പൂണ്ടും പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ കുറ്റബോധത്തിനടിമയായി പരാജിതനാവുകയല്ല, മറിച്ച് തിരുത്താൻ തയ്യാറാവുകയാണ് വേണ്ടത്. മേലിൽ ആവർത്തിക്കില്ലെന്ന് നമുക്ക് തന്നെ ഉറപ്പു നൽകണം. ജീവിത പോരാട്ടത്തിൽ നമുക്ക് മത്സരിക്കാനുള്ളത് നമ്മോട് തന്നെയാണെന്ന ബോധ്യമുണ്ടാകണം. ആത്യന്തികമായി നമ്മെ അംഗീകരിക്കാനും മനസ്സിലാക്കാനും സ്നേഹിക്കാനുമുള്ള ഏക വ്യക്തി നാം തന്നെയാണെന്നറിയുക. നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആർക്കതിന് കഴിയും? സ്വയം അംഗീകരിക്കുകയും മനസ്സിലാക്കുകയും സ്നേഹിക്കുകയും ചെയ്യാതെ മറ്റുള്ളവരെ അംഗീകരിക്കുവാനും സ്നേഹിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുമോ? ഇല്ല എന്ന് തന്നെയാണ് ഉത്തരം. ഗോൾമാനെ വീണ്ടും ഓർക്കാം. സമൂഹത്തിൽ നന്നായി പെരുമാറാനും നല്ല ബന്ധങ്ങൾ നിലനിർത്താനും ആദ്യം വേണ്ടത് സ്വയം അറിവാണ്. ചൈനീസ് പണ്ഡിതൻ ലാവേഴ്സി ഇങ്ങനെ കുറിച്ചു: മറ്റുള്ളവരെ അറിയുന്നത് വിവേകം, അവനവനെ അറിയുന്നത് വിജ്ഞാനം. മറ്റുള്ളവരിൽ മേൽക്കോയ്മ നേടുന്നത് കഴിവ്, അവനവനിൽ മേൽക്കോയ്മ നേടുന്നത് ശക്തി. ആത്മാന്വേഷണത്തിലൂടെ സ്വയം അറിഞ്ഞ വിജ്ഞാനത്താൽ ശക്തരാകാൻ ഓരോരുത്തർക്കും കഴിയട്ടെ. ശുഭദിനം. ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ആലിസ് ജോസ്.